വൈവിധ്യമാർന്ന പഴങ്ങൾ വിളയുന്ന കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്ക് കിരീടം ചാർത്തി ബ്ലാക്ക്ബെറി പഴങ്ങളുടെ വിളവെടുപ്പ് കാലവും സമാഗതമായി. കാന്തല്ലൂരിലെ പ്രമുഖ പഴവർഗ്ഗ കർഷകനായ ശ്രീ ജോർജ് ജോസഫ് തോപ്പൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷിയാണ് വിജയം കണ്ടത്. ഇന്ത്യയിൽ ആദ്യമായാണ് കാന്തല്ലൂരിലെ മണ്ണിൽ ബ്ലാക്ക്ബെറി വിളയുന്നത്. ജോർജ് ജോസഫിന്റെ സഹോദരൻ TJ ജേക്കബ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 ബ്ലാക്ക്ബെറി തൈകളാണ് 500-ലധികം തൈകളായി ഇപ്പോൾ കൃഷിയിടത്തിൽ വ്യാപിച്ചത്. പോഷക സമൃദ്ധവും ഔഷധ ഗുണസമ്പന്നവുമാണ് ബ്ലാക്ക്ബെറി പഴങ്ങൾ. വൈറ്റമിൻ C, വൈറ്റമിൻ K എന്നിവ സമ്പന്നമായി അടങ്ങിയിട്ടുള്ള ബ്ലാക്ക്ബെറി ഓർമ്മശക്തി നിലനിർത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതായി ജോർജ് ജോസഫ് അവകാശപ്പെടുന്നു. ഞാനിപ്പോൾ ഈ കൃഷി വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ കൃഷിയാണിത്. ഇത് മെമ്മറി ലോസ് പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ലാത്ത ഒരു പഴമാണ്. ഇത് റെഗുലറായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയില്ല. എല്ലാ ബെറിപ്പഴങ്ങളും ഏതെങ്കിലും മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഗതിയാണ് ഈ ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. പഴങ്ങൾ 1 കിലോഗ്രാമിന് 1000 രൂപയ്ക്കാണ് തോട്ടത്തിൽ നിന്ന് വിൽക്കുന്നത്. ബ്ലാക്ക്ബെറി കൊണ്ടുണ്ടാക്കിയ വൈൻ ലിറ്ററിന് 1400 രൂപയ്ക്കും ഇവിടെ നിന്ന് ലഭിക്കും. പച്ച നിറത്തിലുള്ള കായ് പഴുക്കാൻ തുടങ്ങുമ്പോൾ ചുവപ്പ് നിറമുള്ളതായി മാറുന്നു. വിളവെടുപ്പിന് പാകമാകുമ്പോഴേക്കും സവിശേഷമായ കറുപ്പ് നിറം പഴങ്ങളെ ആകർഷകമാക്കുന്നു. ആപ്പിളും സ്ട്രോബെറിയും മാതളവും പ്ലംസ് ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളും വിളയുന്ന കാന്തല്ലൂരിൽ ബ്ലാക്ക്ബെറി ഹീറോയായി മാറിക്കഴിഞ്ഞു. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.